നമസ്കാരം, ഞാൻ അമി. കാതൽ മനിതന്റെ സംവിധായകനും നിർമ്മാതാവും അഭിനേതാവുമാണ്. സോളോ വാലന്റൈൻ ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത് ഒട്ടേറെ പ്രണയവും ഒരു വിധി എത്തുമ്പോൾ അത് പൊടിച്ചെടുക്കാൻ എത്തുന്ന ഒരു ഹാർട്ട് ബ്രോക്കൺ അനോളജി ക്യാരക്ടറാണ് എന്റേത്. ഈ ക്യാരക്ടർ ബിൽഡ് ചെയ്തത് അദ്വൈതും ആദിത്യനുമാണ്. ഈ ക്യാരക്ടറിന്റെ സൈക്കോ സൈഡ് ബിൽഡ് ചെയ്തതിൽ എനിക്കും ഒരു വലിയ പങ്കുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ നന്നായി ചിത്രീകരിച്ചത് എന്റെ സുഹൃത്തും സഹപ്രവർത്തകനുമായ അഥർവാണ്. അദ്ദേഹത്തിന്റെ വിഷൻ, ആദിത്യന്റെ വിഷൻ, അദ്വൈതന്റെ വിഷൻ ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ഫ്രാഞ്ചൈസ് ഇപ്പോഴും തുടരുന്നത്. അതിലേറെ നിങ്ങൾ തരുന്ന അളവറ്റ സ്നേഹത്തിന്റെ സമ്മാനമായാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നത്. ഈ 3 ഇൻസ്റ്റാൾമെന്റ്സിന്റെ ടൈം ലൈൻ നമുക്കൊന്ന് നോക്കാം. കാതൽ സൈക്കോയുടെ കഥാസന്ദർഭം അരങ്ങേറുന്നത് ഫെബ്രുവരി 2024 സോളോ വാലന്റൈന്റെ കഥാഗതി നടക്കുന്നത് നവംബർ 2024. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന കാതൽ മനിതന്റെ കഥ സംഭവിക്കാൻ പോകുന്നത് ഈ വർഷം 2025 ഈ മാസം ഏപ്രിൽ 2ാം വാരത്തോടെയാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും, ആദ്യം സംഭവിച്ചത് കാതൽ സൈക്കോ ആണ്. അതിനുശേഷം ഒരു 9 മാസത്തെ ഗ്യാപ്പിന് ശേഷമാണ് സോളോ വാലന്റൈൻ സംഭവിക്കുന്നത്. അതിന്റെ ഒരു 4-5 മാസത്തെ ഗ്യാപ്പിന് ശേഷമാണ് നിങ്ങൾ കാണാൻ പോകുന്ന കാതൽ മനിതൻ സംഭവിക്കുന്നത്. ഈ ദിവസമാസ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കാതൽ മനിതനിലും കാണാൻ പറ്റുന്നതാണ്. 5, ഞങ്ങൾ ആദ്യമായി കാതൽ മനിതന്റെ കഥ അദ്ദേഹത്തോട് പറയുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര കോൺഫിഡൻസ് കുറവും പേടിയുമായിരുന്നു. തനിക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ പുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ എന്ന്. അതെ, ഞങ്ങൾ കാണിച്ചെടുത്തു അദ്ദേഹത്തെ കൊണ്ട് പറ്റുമെന്ന്. കാതൽ മനിതനിലെ എന്റെ കഥാപാത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് നിങ്ങൾ സോളോ വാലന്റൈനിലും കാതൽ സൈക്കോയിലും കണ്ടതുപോലെ അതേ ലെവലിൽ ചിലപ്പോൾ കുറച്ചൊരു എക്സ്ട്രീം ലെവലിൽ നിൽക്കുന്ന ഒരു സൈക്കോ സൈഡ് ഉള്ള ഒരു കഥാപാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെയാണ് ആദിത്യൻ അതിൽ എന്നെ പോർട്രേ ചെയ്തിരിക്കുന്നത്. അഹങ്കാരം കൂടുമ്പോൾ വിധിയല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ. So get ready to catch on the 3rd installment of the Solo Valentine franchise on 14th of April 2025 at the time 4:16 AM. Thank you.